ഈ സുവിശേഷം പ്രഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നമ്മൾ കത്തോലിക്കർ പ്രത്യേകിച്ചും സുവിശേഷം പറയുന്ന കാര്യത്തിലെല്ലാം പുറമാണ്. നമ്മൾ പണ്ടൊക്കെ ആ സ്വർണ്ണമാലയുടെ അറ്റത്തെങ്കിലും ഒരു കുരിശുണ്ടാക്കിയിരുന്നത്, ഇപ്പം അതുകൂടെ നമ്മൾ നിർത്തി. കാരണം എന്നാ? നാണക്കേട്. നമ്മൾ വളരെ സെക്യുലറായി ഈശോ മിശിഹ എന്നൊക്കെ പറയുന്നതിനേക്കാളും അത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പൊതുസമൂഹത്തിൽ പൊതുവെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് മിണ്ടാൻ നമ്മൾ ധൈര്യപ്പെടുന്നു. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ സാന്നിധ്യം എല്ലായിടത്തും ചുരുങ്ങിപ്പോകുന്നു. നമ്മൾ ക്രൈസ്തവ വിശ്വാസികളാണെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നന്മകൾ പൊതുസമൂഹത്തിൽ എത്തിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ കുറേ സ്കൂളും കോളേജും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ ഒരു മനുഷ്യനും അറിയുന്നുമില്ല. അതാണ് നമ്മുടെ അവസ്ഥ. കാരണം പ്രഘോഷിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കരുതുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ധീരതയോടെ ജീവിക്കാനും നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ഈ ഹൈ റേഞ്ചിലേക്കൊക്കെ, മുണ്ടൊക്കെ അത്ര ഹൈ റേഞ്ച് ആണെന്ന് പറയാനില്ല അല്ലേ, എന്നാലും ഈ പ്രദേശത്തോടൊക്കെ ആൾക്കാർ വരികയും ഇവിടെ എല്ലാം കുടിയേറ്റം നടത്തുകയും കൃഷി ചെയ്യുകയും എല്ലാം ചെയ്ത കാലം 1940-കൾ. ആ സമയത്തൊക്കെ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? എന്തെങ്കിലും കാട്ടുമൃഗങ്ങളോടൊക്കെ പൊരുതിയാണ് അവർ ജീവിച്ചത്. പ്രത്യേകിച്ച് ക്രൈസ്തവരാണ് ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം കൃഷി ചെയ്ത് വളരെ ധീരതയുടെ ഒരു ചരിത്രം രചിച്ചു. അവർക്ക് നല്ല ധൈര്യമുണ്ടാക്കി. കാരണം എന്താ? അവരാരാധിക്കുന്നത് കുരിശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ച കർത്താവിനാണ് അവർ വിശ്വസിക്കുന്നത്. കുരിശിൽ മരിച്ച് രക്ഷിച്ച കർത്താവ് എന്ന് പറയുന്നത് വളരെ നിഷേധാത്മകമായ ഒരു ജീവിതശാസ്ത്രമല്ലത്. കുരിശിൽ മരിക്കുക, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ ഈ പരിത്യജിക്കാതെ ഇത് സാധിക്കുകയല്ലേ? ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നു ഈ സുവിശേഷം എന്ന് പറയുന്നത് ഏതാണ്ട് നിഷേധാത്മകമായ ഒരു കാര്യമാണോ? എപ്പോഴും കുരിശും പരിത്യാഗവും ഒക്കെ ഉള്ളോ? ഇതിനകത്ത് കണ്ണുനീരും വിലാപവും ഒക്കെ ഉള്ളോ? യഥാർത്ഥത്തിൽ കുരിശെടുക്കണമെന്നൊക്കെ പറയുന്നത് അത് ഇതേതാണ്ട് പീഡനത്തിന്റെയും പീഡിപ്പിക്കലിന്റെയും തത്വശാസ്ത്രമാകുന്നത് കൊണ്ടല്ല, മറിച്ച് നല്ല ആർജവത്വത്തോടെ ജീവിക്കണം, ധൈര്യത്തോടെ ജീവിക്കണം. കുരിശിടക്കിടയ്ക്ക് എടുക്കണം, അത്ര. അല്ലാതെ കുരിശുകൾ കാണുമ്പോൾ പേടിക്കുന്നവരല്ല ക്രിസ്ത്യാനി. നമുക്കറിയാം, നമ്മുടെ കുടിയേറ്റത്തിന്റെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ അവർക്ക് ഭയമില്ലായിരുന്നു. മലബാർ കുടിയേറ്റം, ആ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ആദ്യത്തെ കൂട്ടരെ എല്ലാം വിറ്റുപെറുക്കി പോവുകയാണ് മലബാറിലൂടെ. ചെന്നവരൊക്കെ ആദ്യത്തെ പാർട്ടികളെല്ലാം മലമ്പനിയൊക്കെ പിടിച്ച് മരിച്ചു. അമ്പൂരി പ്രദേശം, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തിരുവനന്തപുരം അപ്പുറമുള്ള അമ്പൂരി മേഖലയിലൊക്കെ ആദ്യം ചെന്ന കുടിയേറ്റക്കാരൊക്കെ ഒരു കുഴിയിൽ അടക്കിയെന്നാണ് പറയുന്നത്. കാരണം അടക്കാനും കൂടെ ആളില്ലായിരുന്നു. എല്ലാവർക്കും കുഴി എടുക്കാനൊന്നും ആരുമില്ല. ഒരു കുഴി തന്നെ എല്ലാത്തിനെയും കൂടെ അടക്കി എല്ലാം മലമ്പര പിടിച്ച് മരിച്ചു. എന്നിട്ട് നസ്രാണി നിർത്തിയോ ഈ കുടിയേറ്റം? ഇല്ല, പിന്നെയും പോവാണ് അവിടെ. രണ്ടാമത് ചെന്നവരും കുറേയൊക്കെ മരിച്ചുപോയി. മൂന്നാമതൊക്കെ ചെന്നവരാണ് അവിടെ പിടിച്ചു നിന്നത്. അതായത് നല്ല ധൈര്യമാണ്, ഇട്ടെറിഞ്ഞ് പോകാനും വെല്ലുവിളികളെ നേരിടാനും നല്ല ധൈര്യമുള്ളവരാണ് നസ്രാണി. രക്തസാക്ഷികളായ വിശുദ്ധരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ധീരതയോടെ തമ്പുരാന് സാക്ഷ്യം വഹിക്കുന്ന ആ ഒരു വലിയ പ്രേരകം. അതാണ് ക്രൈസ്തവ വിശ്വാസം. ധീരതയോടെ ജീവിക്കുക, അല്ലാതെ ഭയപ്പെട്ട് ജീവിക്കുന്നത്. ഭയപ്പെട്ട് ജീവിക്കുന്നതിന് എല്ലാ ദിവസവും മരിക്കുക എന്നാണ് പറയുന്നത്. അവൻ മിണ്ടാതെ ജീവിക്കണം. ധൈര്യമുള്ള ഒരു പ്രാവശ്യം മരിക്കുന്നത്. ഭയപ്പെട്ട് ജീവിക്കുന്നവൻ എല്ലാ ദിവസവും മരിക്കുക. കാരണം അവൻ മിണ്ടാതിരിക്കുക. അവൻ പല കാര്യങ്ങളും പറയണമെന്നുണ്ട്. പേടിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നല്ല ധൈര്യമുള്ള ഒരു സംഭവമാണ് ക്രൈസ്തവ സമൂഹം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ വല്ല ധൈര്യമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴത്തെ പിള്ളേരോട് ആരോട് ചോദിച്ചാലും അവർ പറയുന്നത് ഞങ്ങൾ ജർമ്മം പഠിക്കുകയാണ്. എന്നാ ഇവിടുന്ന് പോവുക, പിതാവ് ഇതൊക്കെ വേറെ വല്ലവരോടും പറയാം, ഞങ്ങൾ ഇവിടേക്ക് ജീവിക്കാനുള്ള ആൾക്കാരാണ് എന്നാണ് അവരുടെ നടപ്പം കണ്ടുകൊടുക്കേണ്ടത്. കാരണം എന്നാ, നാട്ടിൽ ജീവിക്കാനുള്ള ഒരു ധൈര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. ഒരു മത്സര പരീക്ഷ എഴുതാനുള്ള ധൈര്യം പോലും പിള്ളേർക്കില്ല. ഇവിടെ ഒന്ന് കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു രാജ്യമല്ലേ, ഇവിടുന്ന് ഇതിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി രക്ഷപ്പെടാനുള്ള ഒരു ധൈര്യമില്ല. അതുകൊണ്ട് എളുപ്പവഴികൾ തേടി ചിലപ്പോഴെങ്കിലും
നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കുട്ടികളെ കണ്ട് നമ്മൾ സങ്കടപ്പെടാറുണ്ട്. നമ്മുടെ ഏറ്റവും മിടുമിടുക്കരായ കുട്ടികളെല്ലാം മറുനാട്ടിലൊക്കെ പോയി കിട്ടുന്ന എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇവർക്കൊക്കെ ധൈര്യമില്ലാതെ പോയല്ലോ നാട്ടിൽ ജീവിക്കാനും അവരുടെ കഴിവുകൾ വളർത്താനും നാടിന് സംഭാവനകൾ കൊടുക്കാനും ഒക്കെ ധൈര്യമില്ലാതായി പോയല്ലോ. നമ്മുടെ പ്രശ്നം, നമ്മുടെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്ന ഭയമാണ്, ധൈര്യമില്ലായ്മയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ മക്കളില്ലാതെ പോയത്? ധൈര്യമില്ല പിള്ളേരെ വളർത്തുന്നത്. ഈ കുരിശെടുക്കുക എന്നൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തുക എന്നും കൂടിയാണ്. ദുഃഖവെള്ളിയാഴ്ച വന്ന് കല്ലും ചുമന്നുകൊണ്ട് പള്ളിക്ക് വേണ്ടി നടക്കുക, അതല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിച്ച് വളർത്താൻ. ഒരു കൊച്ചിനെ ജനിപ്പിക്കാൻ പാടാ, അതിനേക്കാളും എളുപ്പമാണ് വേണമെങ്കിൽ കുരിശു എടുത്തോണ്ട് മല കയറും, വർഷത്തിൽ ഒരിക്കൽ, ഒരു ദിവസം മതി. പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ കുറെ വർഷങ്ങൾ ഇതുങ്ങളെ കൊണ്ട് നടക്കണം, മെനക്കെട്ട്. അതുകൊണ്ട് 2 മതി, 1 മതി. കർത്താവ് ഉദ്ദേശിച്ച കുരിശെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അനുദിന ക്ലേശങ്ങളൊക്കെ നല്ല ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് ജീവിക്കാനാണ്. നമ്മൾ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നമ്മൾ കുറുക്കുവഴികളെല്ലാം തേടി കർത്താവ് പറഞ്ഞ കുരിശിനെയൊക്കെ നമ്മൾ വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് കല്ല് ഒന്നുകൊണ്ട് നടക്കുക, കുരിശെടുത്തുകൊണ്ട് പള്ളിക്ക് വേണ്ടി നടക്കുക, ടൗണിൽ കൊണ്ട് നടക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളും ഒക്കെ ആക്കി മാറ്റി. ശരിക്കും അത് കലാപരിപാടിയും ആക്കി മാറ്റിയിട്ടുണ്ട്. കുരിശിന്റെ വഴിയൊക്കെ എന്നാണ് കലാപരിപാടി അല്ലേ? അങ്ങനെ ഒക്കെ ആക്കി മാറ്റി ജീവിതത്തിൽ നിന്ന് ഈ കുരിശും പരിത്യാഗവും വിശ്വാസത്തെ പ്രതിയുള്ള സഹനങ്ങളും എല്ലാം നഷ്ടപ്പെടുകയാണ്. ജീവിക്കാൻ ധൈര്യമില്ലാത്ത എളുപ്പവഴികൾ നേടുന്ന വ്യക്തികളായിട്ട് പോകുമ്പോൾ രക്തസാക്ഷികളൊക്കെ മണ്ടന്മാരാണ്. പരിശുദ്ധ അമ്മയൊക്കെ ഭയങ്കര മണ്ടിയാണ്. ഇങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ ദൈവയിഷ്ടത്തിന് കീഴ്വഴങ്ങേണ്ട വല്ല കാര്യമുണ്ട്? നമ്മളവർക്ക് നമുക്കെന്ത് കിട്ടുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയും അളക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ജീവിതത്തിൽ എന്ത് കിട്ടി? നമ്മളിന്ന് പരിശുദ്ധ അമ്മയുടെ രൂപമൊക്കെ വലിയ തിളങ്ങുന്ന ഉടുപ്പൊക്കെ ഇടിച്ച് ശിരസിൽ കിരീടമൊക്കെ വെച്ച് അയ്യോ സ്വർണ്ണമാലയൊക്കെ ഇടിച്ചാണ് നമ്മൾ രൂപം ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, കർത്താവ് 2000 വർഷം മുമ്പ് ഈ പാവപ്പെട്ട മറിയം അതുവഴി നടന്നപ്പോൾ വല്ല കിരീടം ഉണ്ടായിരുന്നു, ഇതുപോലത്തെ വല്ല നല്ല ഉപായം ഉണ്ടായിരുന്നു? ഒന്നുമില്ല. അവരൊക്കെ ഏറ്റവും ദരിദ്രരായിട്ട് പാവപ്പെട്ടവരായിട്ട് തന്നെ ജീവിച്ചു. ഈ ലോക ജീവിതത്തിൽ അവർക്ക് വലിയ സൗഭാഗ്യങ്ങളൊന്നും കിട്ടിയില്ല. അവരുടെ നോട്ടം എപ്പോഴും സ്വർഗത്തിലായി, നിത്യജീവിതത്തിലായി. ക്രിസ്ത്യാനി നിത്യജീവിതത്തെ സ്വപ്നം കണ്ട് ജീവിക്കേണ്ടവരാണ്. നിത്യജീവിതത്തെ സ്വപ്നം കണ്ട് ഈ ലോക ജീവിതത്തിലെ കഷ്ടപ്പാടുകളുമൊക്കെ ധീരതയോടെ നേരിടേണ്ടവനാണ് ക്രിസ്ത്യാനി.